Yes, we are going to Sridevi's പൂവെയ്ത്തൽ ഫംഗ്ഷൻ. ഇവിടെ തമിഴ്നാട്ടിൽ കല്യാണത്തിന് മുൻപ് ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിന് പൂ കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ശ്രീദേവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് തമിഴ്നാട്ടിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയിട്ടുള്ള പിങ്ക് ബസ്. കുറച്ച് ഓൾഡാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ദിണ്ടിക്കലിൽ ഉള്ള സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ മട്ടനും കോഴിയും ബീഫൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ആരുടെ കല്യാണം? കാമ്പൂരി കല്യാണം. ഇത് അനു, where we are going to Sridevi's function. என்ன ஃபங்க்ஷன்? பூச்சூட்டம் விழா. அப்படின்னா நீ எக்ஸ்பிளைன் பண்ணு. என்னன்னா இப்போ வந்து மேரேஜ் வந்து ஃபிக்ஸ் ஆயிரும்ல, அதுக்கப்புறம் வந்து பையன் வீட்டில் இருந்து பொண்ணுக்கு வந்து பூ வச்சு ஃபுல்லாக ஃபிக்ஸ் பண்ணிடுவாங்க. சரி, அப்போ அங்கே சாப்பாடு இருக்குமா? ஃபுல் வெஜிடேரியன். ஏன்னா நம்ம வந்து இப்போ போகிறது வந்து பிராமின் வீட்டுக்கு. எஸ், ஸோ ஸ்ரீதேவி வெஜிடேரியனில் வந்து எக்ஸ்ப்ளோர் பண்ணலாம். ஸ்ரீதேவி வந்துட்டு ஐயர் ஃபேமிலியில். மாப்பிள்ளை வீடு ஐயர் ஃபேமிலி. அவ வந்து நம்மள மாதிரி தான் நான்வெஜ் சாப்பிட்ற ஃபேமிலி. பட் அவருக்காக அவ வெஜ்ஜா மாறுறேன்னு சொல்லியிருக்கா. அப்படி இல்லை, ஸ்ரீதேவி அப்போ பிராமின்ஸ் இல்லையா? பியூர் பிராமின் இல்லை அவங்க. ஓகே ஓகே. ஆனால் அவள் ஹஸ்பண்டுக்காக பியூர் வெஜ்ஜா மாறுறேன்னு சொன்னா. ஆனால் அவங்க ஹஸ்பண்ட் வந்துட்டு லவபிள்ல, அதனால அவர் நீ நான்வெஜ் சாப்பிடுன்னு சொல்லிட்டாரா. சரி சரி. மாட்டியா சொல்லுவீங்க? ஹாய். ஏ ஷை. ഞാൻ റസിലെന്ന് വിചാരിച്ചു. ശ്രീദേവി പൂ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും ചെറുതായിട്ട് പൂ വയ്ക്കുകയാണ്. എനിക്കും ഒരു ചെറിയ കഷ്ണം മുല്ലപ്പൂ ഇവിടെ നിന്ന് കിട്ടി. അവിടെ കാണുന്ന പൂവൊക്കെ എടുത്ത് എൻ്റെ തലയിൽ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടാവില്ല. எப்படி இருந்துச்சு காலையில் சாப்பாடு? சூப்பராக இருந்துச்சா? ஹாய் சொல்லு. காமேஷ், ராஜேஷ், അവിടെ വമ്പൻ ചടങ്ങുകൾ നടക്കുകയാണ്. അവർ പൂവ് അങ്ങോട്ട് കൈമാറുന്നുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ ഒരു തളികയിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്നുണ്ട്. ഞാനിതൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വെത്തിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ തന്നതെന്ന് ഞങ്ങൾക്കറിയില്ല.
ഇറ്റ് വാസ് എ സൂപ്പർ ലഞ്ച്. ബട്ട് എന്നെക്കൊണ്ട് മൊത്തമൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ കഴിച്ച സമയവും ഏകദേശം ഒരു 10-11 മണിക്കാണ് കഴിച്ചത്. കറക്റ്റ് 1:30 ആകുമ്പോഴത്തേക്ക് ലഞ്ച് റെഡിയായി. അപ്പോൾ അവളോതാ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുന്നത്.